ഇപ്പൊ 2019 യു പിയിൽ നിന്ന് 80 അംഗങ്ങൾ പാർലമെന്റിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത്, 2014 യു പിയിൽ നിന്ന് 80 അംഗങ്ങൾ പാർലമെന്റിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അതിൽ മുസ്ലിങ്ങളായിട്ട് ഒരാൾ പോലും ഇല്ലാത്ത സ്ഥിതിവിശേഷം അന്നുണ്ടായിരുന്നു. 20 കോടി മനുഷ്യരുള്ള, 20 കോടി ജനസംഖ്യയുള്ള, അതിൽ ഏതാണ്ട് 20% 4 കോടിയോളം മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 80 അംഗങ്ങളിൽ ഒരാൾ പോലും ഈ പറയുന്ന 20% വരുന്ന ജനസംഖ്യയിൽ നിന്ന്, ജനവിഭാഗത്തിൽ നിന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമായിട്ട് തെരഞ്ഞെടുപ്പിനെ മാറ്റി. പ്രാതിനിധ്യാപരമായി തെരഞ്ഞെടുപ്പ് ഉൾക്കൊള്ളുന്നു എന്നതിന് പകരം തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നു. തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഉൾക്കൊള്ളലിന്റെ യുക്തിക്ക് പകരം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പുറന്തള്ളലിന്റെ യുക്തിയായി മാറ്റുന്നു. ഇതവിടെ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിങ്ങൾക്ക് ഇതിപ്പോ കാണാൻ കഴിയും. മതപരമായ അടിസ്ഥാനത്തിൽ പുറന്തള്ളാനുള്ള ഒരു പ്രക്രിയയായി ജനാധിപത്യത്തെ മാറ്റി തീർക്കുന്ന, ഭൂരിപക്ഷം എന്ന ആശയത്തെ മാറ്റി തീർത്ത 12 വർഷങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നുപോയ 12 വർഷങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി ജനാധിപത്യ വിരുദ്ധമായ നിലയിൽ സംവിധാനം ചെയ്യപ്പെട്ടു. നിങ്ങൾക്കിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അറിയാം. ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നതിനുള്ള സമിതി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസുമായിരുന്ന സംവിധാനം മാറ്റി പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഒരു മന്ത്രിസഭാംഗവും പ്രതിപക്ഷ നേതാവും എന്ന നിലയിലേക്ക് മാറ്റുകയും ഫലത്തിൽ കേന്ദ്ര ഭരണ സംവിധാനത്തിന്റെ പിണിയാളായ ഒരാൾ ഇലക്ഷൻ കമ്മീഷന്റെ നടത്തിപ്പുകാരനായി മാറുകയും ആ ഇലക്ഷൻ കമ്മീഷന് എല്ലാ തരത്തിലുള്ള നിയമ നടപടികളിൽ നിന്നും സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്തിട്ടാണ് ഇപ്പൊ ജ്ഞാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷനായി ഇരിക്കുന്നത്. ഫലത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു തീരുമാനത്തെയും നിങ്ങൾക്ക് നിയമപരമായി ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇലക്ഷൻ കമ്മീഷന്റെ നിർണയനത്തിൽ, തീരുമാനിക്കുന്നതിൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ താല്പര്യമല്ലാതെ മറ്റൊരു താല്പര്യവും പ്രവർത്തിക്കുകയും ഇല്ല. ഈ നിലയിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഭരണഘടനാപരമായ സംവിധാനങ്ങളെ തന്നെ കേന്ദ്ര ഭരണ സംവിധാനത്തിന്റെ പിണിയാളുകളാക്കി പടിപടിയായി മാറ്റിക്കൊണ്ട്, അങ്ങനെ മാറ്റുന്ന നിലയിലാണ് നമ്മുടെ ഭരണക്രമം കഴിഞ്ഞ ഒരു 10 കാലം കൊണ്ട് മാറി വന്നത്. സുപ്രീം കോടതിയുടെ എത്രയെങ്കിലും വിധികൾ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായിട്ട് മാറുന്നത് നമ്മൾ കാണുകയുണ്ടായി. ബാബറി കേസിലെ വിധി പറഞ്ഞ സമിതിയുടെ അധ്യക്ഷനായ ജഡ്ജി തന്നെ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കേന്ദ്ര ഭരണ സംവിധാനത്തിന്റെ ആളായി അദ്ദേഹം രാജ്യസഭാംഗമായി മാറി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, രഞ്ജൻ ഗൊഗോയിയെ പോലെ ഒരാൾ. അദ്ദേഹം തന്റെ സ്ഥാനാരോഹണത്തിന് ന്യായമായി പറഞ്ഞത്, ഇന്നലെ ഉജ്ജൽ ഭൂയ എന്ന് പറയുന്ന നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഒരാൾ അതേക്കുറിച്ച് വളരെ മൗലികമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്.